ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇഷ്ടികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഗാർഡൻ സെറ്റാക്കാൻ വെച്ചിട്ട് അതിൻ്റെ പണി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ കുറച്ച് നമ്മൾ വേസ്റ്റ് ടൈലൊക്കെ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പൊട്ടിച്ച് വെച്ചിരുന്നു. അതൊക്കെ എടുത്തിട്ട് കുറച്ച് കോൺക്രീറ്റ് ഇടലൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ ഭാഗം കുറച്ച് ക്ലിയർ ആക്കി ഇടണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ വന്നിട്ട് കല്ലൊക്കെ ഉള്ളത് അങ്ങനെ വെച്ചിട്ട് തന്നെ സിമെൻറ്റൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് കല്ലൊക്കെ ഇളക്കി പറിച്ചിട്ട് കുറച്ച് ഇഷ്ടികയൊക്കെ പെറുക്കി വെച്ചിട്ട് അങ്ങനെ ശരിയാക്കിയതാണ്. അപ്പോൾ ഇന്നലെ ഒരു ദിവസത്തെ അങ്ങനെ പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ കാക്ക വന്നപ്പോൾ പറഞ്ഞ് കുറച്ച് വളവുണ്ട്, ഇതെന്താ വളഞ്ഞിക്കണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറ്റി അടിച്ചിട്ട് കയറ് കെട്ടി ശരിക്കൊന്ന് ഇഷ്ടിക വെക്കാമെന്ന് വെച്ചിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മോനാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടിക നല്ല മണ്ണൊക്കെ ഇട്ട് വെള്ളം നനച്ചിട്ട് ഞാൻ നല്ലൊന്ന് സെറ്റാക്കി വെച്ചിരുന്നു. ചെറിയൊരു വളവൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അത്ര കാര്യമാക്കില്ല. അപ്പോൾ ഒരാൾ കൂടെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു ഇതല്ലേ. അപ്പോൾ ഞാൻ പിന്നെ കയറൊക്കെ കെട്ടി ലെവലാക്കിയിട്ട് ഇഷ്ടികയൊക്കെ ഒന്ന് ഇളക്കി പറിച്ചിട്ട് ശരിക്കൊന്ന് വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് അധികം സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും നിറയെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂക്കളും ചീര, പച്ചമുളക്, വഴുതന ഇതിങ്ങനത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നവരൊക്കെ വരുമ്പോൾ സ്വന്തക്കാരാണേലും അയൽവാസികളാണേലും ഒക്കെ ചോദിക്കട്ടെ, ഇപ്പോൾ എന്താ ഗാർഡനും ഇതൊന്നും പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്ത എന്നൊക്കെ കണ്ടിട്ടോ ചോദിക്കുന്നത്. സ്ഥലമില്ലാത്ത സമയത്ത് നിറയെ വെച്ചിരുന്നല്ലോ, ഇപ്പോൾ ഇത്തിരിയെങ്കിലും ഇത്തിരി സ്ഥലം ഉണ്ടല്ലോ, എന്നിട്ട് എന്താ ഒന്നും ചെയ്യാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെടി വെക്കാനും അതിനൊക്കെ ആയിട്ടുള്ളൊരു സമയം സന്ദർഭമൊക്കെ ഒത്ത് വരണ്ടേ. അപ്പോൾ ഒന്നാമത് ഇങ്ങോട്ട് നമുക്ക് ഇവിടെ നിന്ന് സെറ്റായി കിട്ടുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കുറച്ച് ചെടികൾ വാങ്ങി വെച്ചിട്ടുണ്ട് അടുത്ത വീട്ടിൽ നിന്ന്, അതും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ കാക്കൻ്റെ മോനും മരുമോളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അമ്മ ചെടിയൊന്നും വെച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെടിയൊക്കെ വെക്കണം, അപ്പോൾ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കളർ ചെടികളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു 4-5 കളറ് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കലർത്തി ഒന്ന് വെച്ച് കൊടുക്കണം. ഇവിടെ ഈ ചെടി വെച്ചാൽ പോലും പെച്ചായി വന്ന് തോണ്ടിയിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാനൊക്കെ 9-10 പഠിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനത്തെ കളർ ചെടികളൊക്കെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10-20 കളറിലൊക്കെ പല തരത്തിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ചെടി എങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കേട്ടോ, ഏത് ചെടിയാണ് വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ കളർ എവിടെ ഉണ്ടെങ്കിലും പിന്നെ എങ്ങനെ ആണെങ്കിലും വാങ്ങിയിട്ട് വെച്ചിട്ടൊക്കെ പല കളറായിട്ട് ഇതാക്കൂട്ടോ. പിന്നെ അതിൻ്റെ ഒരു സീസൺ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ചെടിയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. റോസ് ബാൾസം ചെടി എന്തായാലും അങ്ങനത്തെ നമ്മൾ വെറൈറ്റി കളറുകൾ തിരഞ്ഞ് നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ അധികം നിത്യകല്യാണി ചെടി അത് 2-3 കളറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കലർത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലികേൻ്റെ വിത്തും വെതറിയിട്ടുണ്ട്, തയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടി കുറച്ച് വെക്കണം. അപ്പോൾ നിത്യകല്യാണീൻ്റെ ചെടിയിലും ഇപ്പോൾ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നടക്കുക. അപ്പോൾ ഇത് രാവിലത്തെ പണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.